ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ സമയമാണ് നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ആവശ്യമായിട്ട് ഇറങ്ങും. ഇന്ന് പകലെല്ലാം മഴയായിരുന്നു, പക്ഷേ ഇപ്പോൾ വെയിലായി. പത്തൊമ്പതാമത്തെ മെട്രോ ഫുഡ് അവാർഡ്സിൻ്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ബിസിനസ് ടോക്ക്, ഒരു ലെക്ചറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന പാക്ക് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് വേർ യുവർ പ്രോഡക്റ്റ് ഈസ് പ്ലേസ്ഡ് you may have to pay for a prominent shelf. മെട്രോ മാർട്ടും ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയുമായി ചേർന്ന് സൗത്ത് കേരള ഹോട്ടലേഴ്സ് ഫോറത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വേൾഡ് ഫുഡ് ഡേ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മെട്രോ ഫുഡ് അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സ്വാദിഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണം വിളമ്പുന്ന മികച്ച റെസ്റ്റോറൻറ്റുകൾക്ക് അർഹമായ അംഗീകാരം നൽകുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ മെട്രോ ഫുഡ് അവാർഡ്സ് എല്ലാ വർഷവും സംഘടിപ്പിച്ച് വരുന്നത്. ഞാൻ മിക്കവാറും എല്ലാ വർഷവും അവരുടെ ഈ ഒരു ഫുഡ് അവാർഡ്സിൻ്റെ ഭാഗമാകാറുണ്ട്. എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഒരു ബിസിനസ് ടോക്ക് നടക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ആളുടെ ടോക്കാണ് നടക്കുന്നത്. ശ്രീ സുരേഷ് മാത്യു നിലമേൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഓഫ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട്. അതായത് ഇവിടുന്ന് പാക്ഡ് ഫുഡ്, ദാറ്റ് ഈസ് ഫ്രോസൺ ഫുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലാർജസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഫ്രോസൺ ഫുഡ്സ് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹം. അതായത് UK, US പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ബിസിനസ് പീപ്പിളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കിത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോക്കാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം തീരാറായപ്പോഴാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ശ്രീ SN രഘുചന്ദ്രൻ നായർ. പിന്നെ മറ്റ് വിശിഷ്ട അതിഥികൾ, അതായത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനായിരുന്ന ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പിന്നെ അതുപോലെ SLK ഫുഡ് പ്രോസസ്സിംഗ്, അതായത് ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ M ഖാലിദ്, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ, മെട്രോ ഫുഡ്സ് അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാൻ ശ്രീ പ്രസാദ് മഞ്ഞാലി, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് മാത്യു നിലമേൽ, സൗത്ത് കേരള ഹോട്ടലേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ശ്രീ ശിശുപാലൻ സാഗര, അതുപോലെ സൗത്ത് കേരള ഹോട്ടലേഴ്സ് ഫോറം രക്ഷാധികാരിയായ ശ്രീ പങ്കജ് സേനൻ എന്നിവരെല്ലാം ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ പ്രധാന അതിഥികളായിട്ട് ഇവിടെ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നുണ്ട്. മെട്രോ മാർട്ട് മാനേജിംഗ് ഡയറക്ടർ ശ്രീ സിജി നായർ സ്വാഗതം പറഞ്ഞു. അപ്പോൾ മെട്രോ ഫുഡ് അവാർഡ്സിൻ്റെ ഫോമൽ ഇനോഗ്രേഷൻ തുടങ്ങാൻ സമയമാകുന്നു. സാധാരണ പോലെ തന്നെ നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ ഫോമൽ ഇനോഗ്രേഷൻ നടക്കുന്നത്. ഇന്ന് ഈ ഒരു ചടങ്ങിനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും ചേർന്നിട്ടാണ് നിലവിളക്ക് കത്തിക്കുന്നത്. അതിനുശേഷം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മോൾ സ്പീച്ച് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെട്രോ അവാർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. പരിചിതമായ പല മുഖങ്ങളും ഇവിടെ കാണാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു വർഷവും. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ റിയൽ ചാലഞ്ചായിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡ് വിതരണം എന്നുള്ള ചടങ്ങായിരുന്നു. ഇന്നത്തെ അവാർഡിന് അർഹരായ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അതുപോലെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, ഇൻഡിവിജ്വൽ അവാർഡ്സ് കിട്ടിയ ആൾക്കാർ, അങ്ങനെ എല്ലാവരും തന്നെ സ്റ്റേജിൽ വന്ന് അവാർഡുകൾ സ്വീകരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവാർഡിനായിട്ട് ഓരോ റെസ്റ്റോറൻറ്റ്സിനെയും ഓരോ ഹോട്ടൽസിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് നോക്കും, അവരുടെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് നോക്കും, പിന്നെ അവരുടെ പാചക വൈദഗ്ധ്യം, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഒരു പാനൽ ഓഫ് ജഡ്ജസ് ഉണ്ടാകും. അതിനകത്ത് ഇൻഡസ്ട്രിയിലെ തന്നെ ലീഡേഴ്സും അതുപോലെ തന്നെ ഫുഡ് എക്സ്പേർട്സും ഒക്കെ അടങ്ങുന്ന ഒരു പാനലാണ് ഈ ഒരു അവാർഡ് നിർണ്ണയിക്കുന്നത്. ഇപ്രാവശ്യവും ഏകദേശം ഒരു 300ഓളം ആപ്ലിക്കേഷൻസിൽ നിന്നാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
കേരളത്തിലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ പ്രധാനപ്പെട്ട 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടൽസും അല്ലാത്ത റെസ്റ്റോറൻറ്റ്സും സാധാരണക്കാരുടെ കടകളും കഫേസും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവാർഡ് വിതരണമൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടി ചേർന്നിട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. ഗ്രൂപ്പ് ഫോട്ടോ സെഷനും കഴിഞ്ഞു. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോ സെഷനായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും അവാർഡ് വാങ്ങിയ ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ നേരത്തെ തന്നെ പരിചയമുള്ള കുറേ ആൾക്കാരെ വീണ്ടും കാണുന്നു, കുറച്ച് ഷെഫ്മാരെ കാണുന്നു, ഹോട്ടൽ ഓണേഴ്സിനെ കാണുന്നു. അവരുമായിട്ടെല്ലാം കുറേ നേരം വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വളരെ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ തന്നെയാണിത്. ഇതിന് ശേഷം ഇവിടെ ഒരു ഹൈ ടീയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഹൈ ടീ എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ടാണ് ഇനി തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാനും അവിടെ നിന്നും ഇറങ്ങുന്നു. ഇനി നേരെ വീട്ടിലേക്കാണ്. വളരെ ഹാപ്പി ആയ ഒരു ദിവസം, എന്താ പറയുക, ഒരു പോസിറ്റീവ് ഡേ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ പുറത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി, ഇതൊരു റെഡ് ചിക്കൻ കറിയാണ്, റെഡ് ചിക്കൻ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു പൊരിച്ച പത്തിരി ആയാലോ, അതായത് നെയ്പ്പത്തലെന്നും നെയ്പ്പത്തിരി എന്നൊക്കെ പറയില്ലേ, ആ കാര്യം. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി. സാധാരണ അത് പുഴുക്കലരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ട്രഡീഷണൽ വേ. ഇപ്പോൾ എളുപ്പത്തിൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യുന്നുമുണ്ട്. പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ നല്ല ചെറിയ തരിയുള്ള പുട്ടുപൊടി വാങ്ങാൻ കിട്ടും. അത്തരം പുട്ടുപൊടി മേടിച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് അതിനകത്ത് സാധാരണ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൊച്ചുള്ളി, തേങ്ങ, പിന്നെ അതുപോലെ ജീരകം. നല്ല ജീരകം ചേർക്കുന്നവരുമുണ്ട്, പെരിഞ്ജീരകം ചേർക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചോ അരച്ചോ ഒക്കെ ചേർത്തിട്ട് കുഴച്ച് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്, അത് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 കപ്പ് പുട്ടുപൊടി എടുക്കാം. കുറച്ച് ഉപ്പിടുന്നു. ഇത് ഇന്ദുപ്പാണ്, അതാണ് ഓറഞ്ച് കളർ. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ലെമൺ. കുറച്ച് നേരം വെച്ചേക്കണം, അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് ഇങ്ങനെ സെറ്റാകും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിരുന്ന് ഇങ്ങനെ കുതിർന്ന് കുറേ കൂടി സെറ്റാകും. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നു. ഇത് ബോയിലിംഗ് വാട്ടർ. ഇനി ഒരു സൈഡിലേക്ക് അടച്ച് വയ്ക്കാം. ഈ സമയം അതൊന്ന് കുതിർന്ന് സെറ്റാകട്ടെ. വൈകിട്ടേ നമുക്ക് തേങ്ങ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം. 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നു. ഒരു 7-8 കൊച്ചുള്ളി. പിന്നെ എനിക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നു. ഇതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ലേ, അടച്ച് വെച്ചിരുന്ന മാവാണ്. അതിനകത്തേക്ക് ഈ തരിതരിപ്പായിട്ട് അരച്ച ഈ കൂട്ടും കൂടി ചേർക്കുന്നു. എന്നിട്ട് അത് ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാം. ഈ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ ഒരു പാകം ശരിയാക്കി എടുക്കാം. കുറച്ചൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. ഓൾറെഡി നല്ല സെറ്റായിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ഈർപ്പം മാത്രം നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കണം. ഇത് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ ആവശ്യാനുസരണം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അതായത് കുറച്ചൊരു ഈർപ്പം വേണം. ഭയങ്കര ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഉരുട്ടി പരത്തുമ്പോൾ സൈഡ്സൊക്കെ ഭയങ്കരമായിട്ട് വിണ്ടു പോകും. നല്ലതായിട്ട് നമുക്കൊരു മയത്തിൽ പരത്തിയെടുക്കാനും ഉരുട്ടാനും ഒക്കെ പറ്റണം. ആ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ്ടായി. ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇപ്പോൾ നല്ലൊരു മയത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. സംഭവം റെഡി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉടനെ ഉണ്ടാക്കിയാൽ ചൂട് പോകില്ലേ, കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആദ്യം ഒരു
റെഡ് ചിക്കൻ കറി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നെയ്പ്പത്തൽ അല്ലെങ്കിൽ നെയ്പ്പത്തൽ ഫാസ്റ്റായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, മാറ്റി വയ്ക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ റെഡ് കറി ചിക്കനാണ്. ഓക്കെ, ഇതൊരു 40 പിരിയൻ മുളകാണ് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു. ചൂടുവെള്ളത്തിലാണ് ഇട്ടത്. 40 എണ്ണം ഉണ്ട്. പിന്നെ ബാക്കി 2 കാര്യങ്ങൾ കാണിച്ചു തരാം. 2 വലിയ ചതുര കഷ്ണം ഇഞ്ചി. ഇതൊരു 15ഓളം അല്ലിയുണ്ട്. ഒരു മീഡിയം സൈസ് അല്ലി എന്ന് പറയാം. ഇതുപോലെ ഇതിൻ്റെ ഞെട്ടൊക്കെ മാറ്റി. ഇത് വലുതും ചെറുതുമായിട്ടൊക്കെ വരും, എല്ലാ ടൈപ്പും ഉണ്ട്. ബിരിയാണി മുളക് നല്ല വീർത്തിരിക്കുവാണ്, കുതിർന്ന് നല്ല സെറ്റായിരിക്കും. അത് നോക്കിയത് നിറച്ച് നല്ല കളറ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞില്ലേ, റെഡ് ചിക്കനാണിത്, റെഡ് ചിക്കൻ കറി. കളറുണ്ടാവും, പക്ഷേ ഓവർ എരിവുണ്ടാവില്ല, കാര്യം ഇത് ബിരിയാണി മുളകല്ലേ, കശ്മീരി ചില്ലി ടൈപ്പ് ആ ഒരു മുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി വിനാഗിരി ബുദ്ധിമുട്ടുള്ളവർക്ക് നാരങ്ങ നീര് ചേർത്ത് അരച്ചാലും മതി. ഇഞ്ചിയെ ഞാൻ കുറച്ചുകൂടി ചെറിയ പീസസ് ആക്കി മുറിച്ചിടാൻ പോകും. 3 ടേബിൾ സ്പൂൺ വിനാഗിരി. 1 2 3. ഓക്കെ, അരച്ചിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. പിന്നെ അരച്ചെടുത്ത് കേട്ടോ, പേസ്റ്റായിട്ട് അതെ, നല്ലൊരു അരപ്പ് റെഡി. പേസ്റ്റ് ഇതൊരു സൈഡിലിരിക്കട്ടെ. അങ്ങനെ മുളക് മസാല പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ കുറച്ച് വറുത്തരയ്ക്കണം. ഇതിപ്പോൾ 1.5 കപ്പ് തേങ്ങ ചെറിയത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ അവസാനം ഒഴിച്ചു കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് അതും നല്ല പേസ്റ്റായിട്ട് അരച്ച് വയ്ക്കണം. ഈ 2 കാര്യങ്ങൾ അരപ്പ് റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം എൻ്റെ ഏജ് ഓൾഡ് റെസിപ്പീസാണ്. ഞാൻ പണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടെത്തിയ കുറേ റെസിപ്പീസ് ഉണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. മാജിക് അവൻ്റെ സമയത്ത് ആ മാജിക് അവൻ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആ ടൈമിലൊക്കെ കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പക്ക അങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് ഇതിൽ ഗരം മസാല ചേർക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. റെഡ് ചിക്കൻ കറി നല്ല ചുവന്ന നിറത്തിലെ കറിയായിരിക്കും. തേങ്ങയൊക്കെ വറുത്ത ഇത് നല്ല ഗോൾഡൻ, അറിയാലോ, നല്ല ബ്രൗൺ ആക്കിയിട്ടാണ് ഇതും അരച്ച് വയ്ക്കും പേസ്റ്റ് രൂപത്തിൽ. പിന്നെ 2 കാര്യങ്ങൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, മുളക് പേസ്റ്റ് ആൻഡ് തേങ്ങ പേസ്റ്റ്. ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ് ഞാൻ. ഏതാണ്ട് ഒരു 1.5 കിലോയുടെ കോഴിയാണ്. ഞാനൊരു 30 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സൈസ് അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. 1.25 300 ആണെങ്കിൽ ഒരു 25 പീസ്. ഇത് 1.5 കറക്റ്റ്. അപ്പോൾ ഒരു 30 പീസായിട്ട് മുറിച്ച്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് 1.5 കിലോ, അതാണ് എൻ്റെ ഒരു കണക്ക്. ഒരു 2.5 കിലോയുടെ കോഴി 2.25 കിലോയുടെ കോഴിയൊക്കെ വാങ്ങിയിട്ട് ലൈവ് വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഒരു 1.5 കിലോ കിട്ടും. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു, നല്ല ഗോൾഡൻ ബ്രൗൺ. തീ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് ഒരല്പം തണുത്തിട്ട് അരച്ച പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് വയ്ക്കാം. അപ്പോൾ ഇതും വെച്ചിട്ട് തുടങ്ങാം. ഒരു 6 ഇടത്തരം സവാള ചെറുതായിട്ട് അരിയാം, ഫൈനലി ചോട്ട്, അല്ലെങ്കിൽ ഹാഫ് സ്ലൈസ് ആക്കിയാലും മതി. അപ്പോൾ ചിക്കൻ കറി, റെഡ് കറി മേക്കിംഗ്. ഇപ്പോൾ റെഡ് ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എല്ലാ കറികളും റെഡിയാണ്. എണ്ണ ഒഴിച്ചിട്ട് തുടങ്ങാം. പാത്രം നല്ല ചൂടായി കഴിഞ്ഞു. കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വേണം. ആദ്യം നമ്മുടെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. ഇതിനി ഒരു നന്നായിട്ട് മൂത്ത് വരണം. പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇന്ദുപ്പിലേക്ക് കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങി, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നു. ഈ സമയത്താണ് അരച്ച് വച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ്, ആ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചേർക്കാം. ഓക്കെ, അതേ നോക്കിക്കോളൂ. ഞാൻ മിക്സിയിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല തിക്കൊരു മസാലയായിട്ട് നല്ല ഇനിയുണ്ട്, അതിനകത്തൊന്ന് എടുത്തോട്ടെ. അപ്പോൾ എണ്ണയുടെ അളവ് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ആകാം കേട്ടോ. അതായത് ആവശ്യാനുസരണം ഒഴിക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറി എണ്ണ തെളിയുന്ന പോലെ ആകണം. ഒരു അല്പം വെള്ളം കൂടി ചേർക്കാൻ പോകുന്നു മിക്സിയുടെ ബൗളിലേക്ക്. ഇതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്നതെല്ലാം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒട്ടും വേസ്റ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് എടുക്കുക.
ഇതൊരളവാണല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് വേണം. ഇനി ഇത് നല്ലതായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നവരെ, അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറും. അപ്പോൾ തേങ്ങയുടെ പേസ്റ്റും കൂടി ഒന്ന് അരച്ചെടുക്കണം. അത് ഇപ്പോൾ തണുത്തിരിക്കുവാണ്, തേങ്ങ വറുത്തത്. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഇത് ഒരു സൈഡിൽ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഒരല്പം എണ്ണയും കൂടി ഞാൻ ഒഴിക്കുവാണേ. തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു, നോക്കിക്കോളൂ. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇതുകൂടെ ഇരിക്കട്ടെ. ഇപ്പോൾ അരപ്പെല്ലാം പാകത്തിന് മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങി. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പോലെയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത്. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കിടന്ന് തന്നെയാണ് മൂത്ത. ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നോക്കിയാൽ മസാലയൊക്കെ കുറഞ്ഞില്ലേ, നല്ലതായിട്ട് കുറഞ്ഞു ക്വാണ്ടിറ്റി വൈസ്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 30 പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അരപ്പ് ചിക്കനിൽ പിടിക്കുന്ന രീതി മസാല പൊതിഞ്ഞ് വരും. ഇതിപ്പോൾ സവാളയിൽ ഇച്ചിരി ഉപ്പ് ചേർത്തു, അത്രേ ഉള്ളൂ വഴറ്റുന്ന സമയത്ത്. ഇനി ഉപ്പ് ചേർക്കണം. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, എങ്കിലും നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്ലാൻ. ഒരു 1/2 കപ്പ് തിളച്ച വെള്ളമാണിത്. ഇനി ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും കുറച്ചൊക്കെ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ഇന്ദുപ്പ് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് പാത്രം അടച്ചിട്ട് വേവിക്കാം. തീ ഒരൽപ്പം കുറച്ച് കൊടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ചാറൊക്കെ ഇറങ്ങി വരട്ടെ, വേഗട്ടെ, എന്താ പരിപാടി നടക്കട്ടെ. ഓക്കേ, ഞാൻ അടുപ്പൊന്ന് മാറ്റാൻ പോകും, ചെറിയ അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ വേകാനായിട്ട് ഞാൻ ഒരു മറ്റേ അടുപ്പിലേക്ക് മാറ്റി കേട്ടോ, ചെറിയ തീ ഉണ്ടായില്ല. ഇത് മെയിൻ അടുപ്പിൽ എണ്ണ വെച്ചിരിക്കുകയാണ്, നമ്മുടെ നെയ്പത്തൽ അല്ലെങ്കിൽ നെയ്പത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ചിക്കൻ ആകുന്ന സമയം കൊണ്ട് നെയ്പത്തലും സെറ്റ് ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് വരത്താൻ പോണേ. ഇതുപോലെ ഒരു ഉരുള എടുക്കുക, നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ലതായിട്ട്. ഓക്കെ, സോഫ്റ്റാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു പാലിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് അടയ്ക്കുക. 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. യെസ്, ഇത് ഒരുപാട് തിന്നാക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ വരുത്തണം. ഈ രീതിയിൽ വരുത്തിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ലതായിട്ട് പൊള്ളിച്ചെടുക്കാം. 2-3 എണ്ണം നമുക്കിങ്ങനെ റെഡിയാക്കി വെക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കുന്നു. ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്, പൊള്ളി വരും. കറക്റ്റായിട്ട് പൊങ്ങി വരുന്നു, കണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇത്രയും കട്ടി വേണം, എന്നാലാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പൊള്ളി വരുന്നത്. യെസ്, ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു സമയം ഉണ്ട്. അതിന് അത്രയും സമയം എടുത്തിട്ട് സ്വന്തമായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചിടാം. അപ്പോൾ 2 സൈഡും മൊരിച്ചെടുക്കുക. ഓക്കെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് അതൊക്കെ എടുക്കാം. എണ്ണയിൽ നിന്നും മാറ്റാം. എത്ര മൂപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. ആഹാ, നൈസ്. നെയ്പത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ അങ്ങ് ചുട്ടുകൊണ്ടിരിക്കാം. പത്തിരി പൊങ്ങി വന്നു കഴിഞ്ഞു. വാവ്, നെയ്പത്തൽ ഈസ് ഗെറ്റിംഗ് റെഡി. നന്നായിട്ട്
ഉള്ളി വരുന്നുണ്ട്. പൂരിയൊക്കെ വരുന്ന പോലെയാണ് വരുന്നത്. നല്ല എളുപ്പമാണ്. ഈ മാവ് നമ്മളിപ്പോൾ അരച്ച് അരി വെള്ളത്തിയിട്ട് കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഒരുപാട് മുരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈറ്റൊരു കളർ വരുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതായിട്ടില്ല, ഇച്ചിരി കൂടെ ആകണം. ഈ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വെള്ളം കാണുന്നില്ല, അത് ചിക്കൻ്റെ വെള്ളമാണ്. അത്യാവശ്യം തിക്ക് തന്നെയാണ്, കുറുകി ഒരു നല്ലൊരു ഗ്രേവി ഉണ്ട്. ഇതൊരു അരപ്പാക് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കാം. ഇനി ഒന്നിച്ച് കിടന്ന് വേകട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച കൂട്ടി ചേർക്കാൻ പോകുന്നു. വറുത്തരച്ച തേങ്ങ. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി, ചൂടുവെള്ളവും കൂടി ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തേങ്ങ വറുത്തരച്ചതും ഉണ്ട്, ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഉപ്പ് കുറച്ചുകൂടി എന്തായാലും വേണ്ടി വരും. അപ്പം ഇനി ഇത് കിടക്കട്ടെ, ബാക്കിയും കൂടി ഒന്ന് വേകട്ടെ. വേഗമായിട്ടുണ്ട്. ബാലൻസ് ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഒരല്പം ഉപ്പ് കൂടി എന്തായാലും വേണം. ഇവിടെ നോക്കിയേ, ചിക്കൻ ഈസ് ഓൾമോസ്റ്റ് റെഡി. ഞാൻ അടപ്പെല്ലാം തുറന്ന് നോക്കി, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി തീ ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് ഓൾറെഡി. ആഹാ, എല്ലാം പെർഫെക്റ്റ്. വാവ്. ഞാൻ ഒരു സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കുന്നത്, മറു സൈഡ് അങ്ങനെ ഓവറാക്കില്ല. അതായി കഴിഞ്ഞാൽ എടുക്കാം. ഇതായി ഓൾമോസ്റ്റ് റെഡി. മറു സൈഡെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം. ഇത് വറുത്തതിൻ്റെ ഒരു സൈഡ് നോക്കിക്കോളൂ. ഈ കളറിൽ നമുക്ക് എടുക്കാം, ഇങ്ങനെ എടുക്കാം. 1 സൈഡ് ഡാർക്കും 1 സൈഡ് ലൈറ്റും. ചിക്കൻ ഗെറ്റിംഗ് റെഡി, നെയ്പത്തൽ ഗെറ്റിംഗ് റെഡി. മൂന്നാമത്തെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിങ്ങനെ പൊങ്ങി വരും. അതൊരു 2-3 കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ ആ സൈഡ് ഒന്ന് കളർ മാറുമ്പോൾ എത്ര കളർ വേണോ അതനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സ്വന്തമായിട്ട് പൊങ്ങി വരുന്ന നോക്കിക്കോളൂ. അത് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. എനിക്കത് ഇഷ്ടമാണ് ആ കാഴ്ച. യെസ്, അനക്കുകയോ വേണ്ട. ആയി കഴിഞ്ഞു. ഈ സൈഡ് സെറ്റ്. ദേ ഉൾഭാഗം നോക്കി, നല്ലൊരു പോക്കറ്റ്, ഷവർമയുടെ പോക്കറ്റ് പോലെ വരും. സോ നൈസ്. പിച്ചിപ്പറ ഇത് ടേസ്റ്റ് അറിയോ? ചിക്കൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടോ? അതിനെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. നോക്കി, ചെറിയ തീയിലിട്ടിരിക്കുവാണ്. ഇതിൽ വേറെ ഒരു അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. നല്ല കുറുകിയ ചാറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റാണ്. പെർഫെക്റ്റ്. അപ്പോൾ ഇതിൽ ഏതൊരു കളർ സ്കീമിൽ വേണമെങ്കിലും നമുക്ക് മുരിച്ചെടുക്കാം. പക്ഷേ കുറച്ച് ക്രിസ്പി ആൻഡ് ഇതായിരിക്കണം പുറഭാഗം. ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും. ഇതൊരു അരിപ്പൂരി എന്ന് തന്നെ പറയാം വാസ്തവത്തിൽ. അപ്പോൾ ചിക്കൻ്റെ തീ ഓഫ് ചെയ്യാൻ പോണു. പിന്നെ ബാക്കി പത്തൽ ഞാൻ എല്ലാവരും കഴിക്കുന്ന സമയത്ത് ചുട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തിടാം. കാര്യം ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടെ ഇപ്പോൾ 4-5 എണ്ണം ചുട്ട് കഴിഞ്ഞു. ടോട്ടലായിട്ട് 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഈ അളവിൽ നിന്ന്. അപ്പോൾ ഇത് വളരെ ലാഭമാണ്. കാര്യം 12 എന്ന് പറയുമ്പോൾ 2 കപ്പ് റൈസ് ഫ്ലവറാണ് ഞാൻ എടുത്തത്, പുട്ടിൻ്റെ പൊടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നെയ്പ്പത്തിലെല്ലാം കറി പോലും വേണ്ട, ചുമ്മാ കഴിക്കാനും ഇഷ്ടമാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും. ചിക്കൻ്റെ അവസ്ഥ നോക്കി, അടിപൊളി. നല്ല എണ്ണയൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് തിക്ക് ഗ്രേവി. ഇതാണ് കറക്റ്റ്. നല്ല റെഡ് കളറിൽ റെഡ് ചിക്കൻ കറി. വാവ്.
ഒരു ഗരം മസാലയും വേണ്ട. ചിക്കൻ്റെ ശരിക്കുള്ള ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതിൻ്റെ കളർ തന്നെ ഏറ്റവും അട്രാക്റ്റീവാണ്. നമ്മളെ ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നിപ്പിക്കും. പക്ഷേ ഈ കാണുന്നതിൻ്റെ അത്രയും എരിവൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഒരു വിധം സ്പൈസിയാണ്. തീരെ എരിവ് കുറവുമല്ല. എനിക്കിത് കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്പൈസി ഡിഷായിട്ട് തന്നെയാണ് തോന്നുന്നത്. നോട്ട് ടു സ്പൈസി. കഴിക്കാൻ വയ്യാത്തത്രയും സ്പൈസി ആയിരിക്കില്ല. യെസ്, സോ നൈസ് ക്രിസ്പി. ചിലർക്ക് ഇത്രയും കളർ മതിയെന്ന് തോന്നും, ചിലർക്ക് കുറച്ചുകൂടെ വേണം തോന്നും. ഞാൻ എല്ലാ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. 4 5 എണ്ണം ഉണ്ടാക്കി ഒരെണ്ണം ഞാൻ ഓൾറെഡി കഴിച്ചു. ഇനി വരുന്നതിനനുസരിച്ചിട്ട് ചൂടോടെ ഉണ്ടാക്കാമല്ലോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേക്കിംഗ് ദിസ്. നോക്കിക്കോളൂ. ആഹാ, വാട്ട് എ വണ്ടർഫുൾ കോമ്പിനേഷൻ. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കോംബോ ആണിത്. ഈ റെഡ് ചിക്കൻ കറി ഈസ് പെർഫെക്റ്റ് ഫോർ അവർ നെയ്പത്തൽ. ഈ നെയ്പത്തിരി എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് ഒരു സംശയമുണ്ട്. ഇത് ശരിക്കും മലബാറിൻ്റെ വിഭവമാണ്. ഇതിൽ നെയ്യ് എവിടെയാണെന്ന് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നെയ്യെന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് നോർത്ത് കേരള ഭാഗത്തൊക്കെ എണ്ണയ്ക്ക് നെയ്യെന്നാണ് പറയുക. അപ്പോൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന പത്തിരി അല്ലെങ്കിൽ പത്തലാണ് നെയ്പത്തൽ. പിന്നെ നല്ല കോമ്പിനേഷനാണ്. ഇതിലിപ്പോൾ ചിക്കനാണെങ്കിൽ പ്യുവറാണ്, അതിൽ ഒരു മസാല ഒന്നുമില്ല. നിങ്ങൾ കണ്ടാണല്ലോ, ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് മീൻസ് പിരിയൻ മുളക്, ഇത് മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ ഭയങ്കര ഓവർ സ്പൈസി ആയിട്ട് 40 മുളകൊക്കെ എന്തിനാണ് ചേർത്തത്. പക്ഷേ ഇത് കറക്റ്റാണ് കേട്ടോ. ഒരു ആവറേജ് മുളക് എരിവ് മാത്രമേ ഉള്ളൂ, ഓവറല്ല. ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 40 മുളക് കുറയ്ക്കണ്ട, ഈ നമ്മുടെ പിരിയൻ മുളക്. പക്ഷേ മേ ബി ഒരു 10 എണ്ണത്തിൻ്റെ മറ്റോ അകത്തുള്ള അരി മാറ്റിയിട്ട് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇതെനിക്ക് ഞാൻ ഒരുപാട് എരിവ് കഴിക്കുന്ന ആളല്ല, എനിക്കിത് ഓക്കെയാണ്. കുറയ്ക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയുമുണ്ട്. നമ്മൾ വിനീഗർ 3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് അരച്ചത്. വേറെ ഒരു കാര്യവും നമ്മൾ ചേർത്തിട്ടില്ല എക്സെപ്റ്റ് ഈ കാര്യങ്ങൾ, പ്ലസ് തേങ്ങ വറുത്തരച്ചത്. അതും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ. ഒരെണ്ണം കഴിക്കുന്ന ആൾക്കാർ 2 എണ്ണം കഴിക്കും, 2 കഴിക്കുന്നവർ 4 കഴിക്കും. അതാണ് സത്യാവസ്ഥ. ചിക്കനും ഒക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. പീസസ് ആർ ഗുഡ്. ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു യമ്മി ഡിന്നർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഇപ്പോൾ 2 എണ്ണത്തിൽ കൂടുതലൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല സാധാരണഗതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ 6 പേർക്ക് ഈ ഒരു സഫീഷ്യൻ്റാണ്. 12 എണ്ണം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 4 പേർക്ക് 4 to 5 or 6. ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുമായിരിക്കും. ചിക്കനാണെങ്കിലും നമുക്കിത് ഒരു 1.5 കിലോയുടെ കോഴിയാണ്, 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോട്ടലായിട്ട് ഇന്ന് എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിത്തെ പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. കമൻറ്റ് ബോക്സിലേക്ക് വരിക.